നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് MG മോട്ടോഴ്സിൻ്റെ പുതിയ ഒരു വാഹനം ഹെക്ടർ എന്ന് പറയുന്ന ഒരു SUV വാഹനം ഇന്ത്യൻ വിപണിയിൽ എത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ പുതിയ ഹെക്ടർ എന്ന് പറയുന്ന ഒരു SUV വാഹനത്തെ MG മോട്ടോഴ്സ് ഇന്ത്യൻ വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ്. മുംബൈയിൽ നടന്ന പ്രത്യേക ചടങ്ങിലാണ് ഈ ഒരു 5 സീറ്റർ വാഹനത്തെ MG മോട്ടോഴ്സ് ഇന്ത്യയിൽ പ്രദർശിപ്പിച്ചത്. ഏകദേശം ജൂൺ മാസത്തോടെ ഈ ഒരു വാഹനം ഇന്ത്യൻ റോഡുകളിലൂടെ ഓടിത്തുടങ്ങുമെന്നാണ് MG മോട്ടോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ശ്രേണിയിൽ ഏറ്റവും വലുപ്പമുള്ള SUV ആണ് ഈ ഒരു ഹെക്ടർ എന്ന് പറയുന്ന ഒരു വാഹനം. ഈ MG മോട്ടോഴ്സിൻ്റെ തന്നെ ആദ്യത്തെ ഒരു വാഹനമാണ് ഇന്ത്യയിൽ ഓടാൻ പോകുന്ന ഈ ഒരു വാഹനം. MG മോട്ടോഴ്സ് കൂടുതലും വിദേശത്താണ്. ഇന്ത്യയിൽ ഇതുവരെ അവർ വാഹനങ്ങൾ നിർമ്മിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ വാഹനങ്ങൾ ഇന്ത്യൻ നിരത്തുകളിൽ ഓടി തുടങ്ങിയിട്ടില്ല. കൂടുതലായിട്ടും അവർ വിദേശ രാജ്യങ്ങളിലൂടെ ആയിരുന്നു അവരുടെ വിപണിയെ കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറക്കിയിട്ടുള്ള ഈ ഒരു SUV ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള മറ്റ് SUVകളേക്കാൾ ഏറ്റവും വലിപ്പമുള്ള ഒരു SUV ആണ്. ഏകദേശം 5 സീറ്റർ വാഹനമാണ് ഈ ഒരു വാഹനത്തിന് കപ്പാസിറ്റി വരുന്നത്. ഏകദേശം ഈ ഒരു വാഹനത്തിൻ്റെ നീളം വരുന്നത് 4655 mm നീളം വരുന്നുണ്ട്. ഏകദേശം 1835 mm വീതിയും വരുന്നുണ്ട്. 1760 mm ഉയരമാണ് ഈ ഒരു വാഹനത്തിന് ഉയരം വരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഒരു വാഹന നിർമ്മാതാക്കൾ 65 ഡീലർഷിപ്പുകളിലാണ് ഹെക്ടർ പുറത്തിറക്കുന്നത്. ഏകദേശം 4 വേരിയന്റുകളും ഈ ഒരു വാഹനത്തിന് ഇന്ത്യൻ വിപണിയിൽ വരുന്നുണ്ട്. ഏകദേശം നമുക്ക് വരുന്ന വേരിയന്റുകൾ എന്ന് പറയുന്നത് 4 വേരിയന്റുകൾ. ഒന്ന് സ്റ്റൈൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വേരിയന്റ്, പിന്നെ സൂപ്പർ, അതുപോലെ തന്നെ സ്മാർട്ട്, ഷാർപ്പ് എന്നീ 4 വേരിയന്റുകളിലാണ് ഇന്ത്യയിൽ ഈ ഒരു വാഹനം ലഭ്യമാവുക. അതുപോലെ തന്നെ ഈ ഒരു വാഹനം പ്രധാനമായിട്ടും എതിരാളികളാകാൻ പോകുന്നത്, ഈ ഒരു വാഹനത്തിൻ്റെ മുഖ്യ ശത്രുക്കളാകാൻ പോകുന്നത് ടാറ്റ ഹാരിയറും അതുപോലെ തന്നെ ജീപ്പ് കോമ്പസും എന്നീ വാഹനങ്ങൾക്കാണ് ഈ ഒരു ഈ MG മോട്ടോഴ്സിൻ്റെ MG ഹെക്ടർ എന്ന് പറയുന്ന ഒരു വാഹനം ഏറ്റവും വെല്ലുവിളിയാകാൻ പോകുന്നത്. ഈ ഒരു വാഹനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏകദേശം ഈ ഒരു വാഹനം പൂർണ്ണമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെയാണ്. ഇന്ത്യയിലെ ഗുജറാത്തിലെ ഹലോൽ പ്ലാനറ്റിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൽ വരുന്ന എഞ്ചിനുകൾ പ്രകാരമാണ് 1.5 ലിറ്റർ പെട്രോൾ മാനുവൽ ഗിയർ ബോക്സോട് കൂടിയിട്ടുള്ള ഒരു എഞ്ചിൻ വരുന്നുണ്ട്. 1.5 ലിറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. 2 ലിറ്റർ ഡീസൽ മാനുവൽ ഗിയർ ബോക്സോട് കൂടിയിട്ടുള്ള ഒരു എഞ്ചിനും കൂടെ വരുന്നുണ്ട്. പൂർണ്ണമായും ഹൈബ്രിഡ് ടെക്നോളജി പിന്തുടർന്നിട്ടുള്ള ഒരു എഞ്ചിനുകളാണ് ഈ ഒരു വാഹനത്തിൽ പൂർണ്ണമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു വാഹനം ഇൻ്റർനെറ്റ് അധിഷ്ഠിത കണക്ടിവിറ്റി സംവിധാനത്തോടെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഇൻ്റർനെറ്റ് കാർഡ് എന്ന വ്യക്തിഗത നേട്ടം കൈവരിച്ചിട്ടുള്ള ഒരു വാഹനമാണ് MG മോട്ടോഴ്സിൻ്റെ ഹെക്ടർ എന്ന് പറയുന്ന ഒരു വാഹനം. മൈക്രോസോഫ്റ്റ്, അതുപോലെ തന്നെ അഡോബി, സാപ്പ്, സിസ്കോ തുടങ്ങിയ ടെക് ഭീമന്മാരുടെ പിന്തുണയിൽ സ്മാർട്ട് സാങ്കേതിക വിദ്യയോടെയാണ് ഇൻ്റർനെറ്റ് കാർ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് സോഫ്റ്റ്വെയറുകൾ കമ്പനിയുമായിട്ട് ടൈപ്പായിട്ടാണ് ഈ ഒരു വാഹനം ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു വാഹനം നമുക്ക് വൈറ്റ് കളർ, അതുപോലെ തന്നെ സിൽവർ, ബ്ലാക്ക്, ഗ്ലേഡ് റെഡ്, അതുപോലെ തന്നെ ബർഗറി റെഡ് എന്നീ കളറുകളിൽ നമുക്ക് ഈ ഒരു വാഹനങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ, അതുപോലെ തന്നെ 10.4 ഇഞ്ച് പോർട്രേറ്റ് ടച്ച് സ്ക്രീൻ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. വലിയ പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. ആൻറ്റി ഗ്ലെയർ ഇൻറ്റീരിയർ വരുന്നുണ്ട്. ക്രോമിയം സ്ലൈഡുകൾ വരുന്നുണ്ട്. ഹണി കോംബ് ഗ്രില്ല് വരുന്നുണ്ട്. വീതി കുറഞ്ഞ LED ഹെഡ്ലൈറ്റാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. പിന്നെ DRL, അതുപോലെ തന്നെ ഈ LED ഫോഗ് ലാമ്പ്, 360 ഡിഗ്രി ക്യാമറ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അതൊരു പ്രത്യേകത തന്നെയാണ്, 360 ഡിഗ്രി ക്യാമറ എന്നുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ ഒട്ടനേകം സേഫ്റ്റികൾ വരുന്നുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ, അതുപോലെ തന്നെ മറ്റുള്ള പ്രത്യേകതകളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഈ ഒരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക.
ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരക്കാരൊക്കെ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നമ്മളുടെ സുഹൃത്തുക്കളൊക്കെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവർക്കുള്ള ഒരുപാട് അവരുടേതായ ഇൻഫർമേഷനുകളൊക്കെ നിങ്ങൾക്ക് ഈ കമൻറ്റിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.